ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അർഹമുർ റഹീമീനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ബാബരി മസ്ജിദ് മാത്രമാണ് നീതി എന്ന തലക്കെട്ടിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഹിന്ദുത്വ വംശീയത വിരുദ്ധ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. ഈ സമ്മേളനം സമാപിക്കുന്നതിന് മുമ്പായി ഈ സമ്മേളനത്തിൻ്റെ മുഴുവൻ ഐക്യദാർഢ്യവും ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണ ദർശനവേദിയുടെ ലഘുലേഖ വിതരണം ചെയ്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട സഹോദരനും ശ്രീനാരായണ ദർശനവേദിക്കും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. SIO ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സന്ദർഭം ഇവിടെ പല രീതിയിലും പല തലത്തിലും പരാമർശിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. നാളെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ആരാണ് നരേന്ദ്രമോദി എന്ന് ചോദിച്ചാൽ, 2000-ങ്ങളിൽ ഗുജറാത്തിൽ വംശഹത്യ നടത്തിയ മുസ്ലിങ്ങളുടെ രക്തം തൻ്റെ കയ്യിലുണ്ടെന്നത് ഒരലങ്കാരമായി, ഒരു സവിശേഷതയായി കൊണ്ട് നടക്കുന്ന ഒരു വംശീയ ഭ്രാന്തൻ നാളെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ഏതാണ് ആ മണ്ണ് എന്ന് രാജ്യത്തെ ഓർമ്മിപ്പിക്കുക എന്നതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിച്ചത്. ബാബരിയെക്കുറിച്ച് ഇനി നിങ്ങൾ സംസാരിച്ചുകൂടാ എന്ന പൊതുവായൊരു അന്തരീക്ഷത്തെ നിർമ്മിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ ടുഡേ ബാബരി മസ്ജിദ് 92-ൽ തകർക്കപ്പെട്ട, അല്ലെങ്കിൽ RSS തകർത്ത സമയത്ത് അത് രാജ്യത്തിൻ്റെ മുകളിലുള്ള ഷെയിം ആണെന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേ ഇന്ന് അയോധ്യ കേന്ദ്രീകരിച്ച് സംഘപരിവാർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വിപുലമായ പ്രചാരങ്ങളുടെ ഭാഗമായി കൊണ്ട് ഇന്ത്യ ടുഡേ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദ ഇനാഗുറേഷൻ എന്ന പേരിൽ അവർ മാധ്യമങ്ങൾ പ്രത്യേകമായ പംക്തികൾ ആരംഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിൽ ബാബരി മസ്ജിദ് എന്ന ഒരു പേര് പോലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ വെർണക്കുലർ മീഡിയകളിൽ, പ്രാദേശിക മാധ്യമങ്ങളിൽ ബാബരി മസ്ജിദ് മറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ പരസ്യ ബോർഡുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹിന്ദുത്വ ഒരന്തരീക്ഷമായി സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ദീനും ഞങ്ങളുടെ ദീനും രണ്ടാണ്, നിങ്ങളും ഞങ്ങളും ഡിഫറൻ്റ് ആണ്. ഞങ്ങളുടെ സമുദായത്തിൻ്റെ, ഞങ്ങളുടെ ചരിത്രത്തിൻ്റെ, ഞങ്ങളുടെ അവകാശങ്ങളെ വകവെച്ച് തരാതെ അതിനെ രാജ്യത്തിൻ്റെ പൊതുസംസ്കാരത്തിൻ്റെ മാപിനികളിലൂടെ, രാജ്യത്തിൻ്റെ ഹിന്ദുത്വ ദേശീയവാദ സാംസ്കാരിക ചർച്ചകളിലൂടെ ഞങ്ങളെ ഈ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ അകത്ത് പെടുത്തി ഞങ്ങളുടെ അവകാശങ്ങളെ, സാംസ്കാരിക വ്യതിരിക്തതകളെ, ഞങ്ങളുടെ ഐഡന്റിറ്റികളെ നിങ്ങൾക്ക് ഒരുമിച്ചൊന്നാക്കി ഒരു ലായനിയിൽ കലക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ക്ഷേത്രം പണിതുയർത്തുന്നത് ബാബരി മസ്ജിദിന്റെ മണ്ണിലാണ്, അത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് രാജ്യത്തോട് നിരന്തരം വിളിച്ചു പറയാനും അത് ഓർമ്മപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ അടിവേരുകൾ ദുർബലമാണെന്ന് ആർജവത്തോടുകൂടി പറയാനുമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. SIO അതിനെ വിളിക്കുന്ന പേര് ഇസ്ലാമിക് സ്റ്റുഡൻഡം എന്നാണ്, ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്നാണ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ ഇസ്ലാമിക വിദ്യാർത്ഥികളായി, ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ നിരന്തരം അന്വേഷിക്കുന്ന, നിരന്തരം ചോദ്യം ചോദിക്കുന്ന, നിരന്തരമായി ആത്മീയമായും രാഷ്ട്രീയമായും സാമൂഹികമായും
അന്വേഷണങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യതിരിക്തമായ സ്വത്വത്തെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഞങ്ങൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാമിക വിദ്യാർത്ഥിത്വം. ഇസ്ലാമിക വിദ്യാർത്ഥിത്വം എന്ന് സ്വയം വിളിക്കുന്ന വിദ്യാർത്ഥിയുടെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിന്റെ പേര്, ആ പാഠപുസ്തകത്തിന്റെ പേര് ബാബരി മസ്ജിദ് എന്നാണ് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് മസ്ജിദുൽ അഖ്സ ആണെന്ന് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആർജവത്തോടു കൂടി പറയുന്നു, ഇന്ത്യയുടെ സാമൂഹ്യ ശാസ്ത്രത്തെ പഠിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന്റെ പേരാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. എന്താണത് പറയാനുള്ള കാരണം? 1500-കളിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീർ ബാക്കി ബാബറിന്റെ ഗവർണർ സ്ഥാപിക്കുന്ന പള്ളിയാണ് ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദ് സ്ഥാപിക്കുന്നത് തരിശു ഭൂമിയിലാണ്. അവിടെ അങ്ങനെ ഒരു ക്ലെയിം രാമനുമായി ബന്ധപ്പെട്ട് ഇല്ല, അങ്ങനെ ഒരു ഏക രാമായണം പോലും ഇല്ല എന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിനെക്കുറിച്ച് ചില വാദങ്ങൾ ഉണ്ടായി വരികയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾക്കറിയാവുന്നതുപോലെ ബാബരി മസ്ജിദിൽ നമസ്കാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 949-ൽ ആണ്, 1940-കളിലും 50-കളിലുമാണ് നമുക്കറിയാവുന്നതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീണ്ടും സജീവമാകുന്നതും. മലയാളിയായ KK നായർ, ഇന്ന് ആ KK നായരുടെ പേര് KK മുഹമ്മദ് എന്നായി എന്ന് വ്യത്യാസമൊഴിച്ചാൽ KK നായരാണ് അവിടെ ബാബരി മസ്ജിദ് അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള ഉത്തരവുകൾ തയ്യാറാക്കുന്നത് എന്ന് നമുക്കറിയാം. അന്ന് ബാബരി മസ്ജിദ് അടച്ചുപൂട്ടാൻ കാരണമായി അവർ പറയുന്ന സ്വയംഭൂവായ വിഗ്രഹം, സ്വയംഭൂവായതിന്റെ ഒരു സാക്ഷി ഇസ്മായിൽ എന്ന് പറയുന്ന അവിടുത്തെ മുഅദ്ദിൻ. അതേക്കുറിച്ച് ഇന്ന് മാധ്യമ ദിനപത്രത്തിൽ ഒരു കോളം ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്മായിൽ രാത്രി കിടന്നുറങ്ങാൻ പോവാൻ. കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ രാത്രി ചിലർ അവിടെ ഒളിച്ചു കിടക്കുകയാണ്. ഒരു പൂജാരി ഒരു വിഗ്രഹം പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഇസ്മായിലിനെ തല്ലിച്ചതച്ച് രക്തമുറ്റിച്ച് ജീവച്ഛവമാക്കി സ്വന്തം ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുന്ന ഇസ്മായിലിനെ അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഇസ്മായില് കണ്ടതാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് സ്വയംഭൂവായതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇസ്മായിലിന്റെ ദൃക്സാക്ഷിത്വത്തെ ഈ രാജ്യത്തിന്റെ പൊതുമണ്ഡലത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്ന കൂട്ടരുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് സ്വയംഭൂവായത്? രാത്രി നട്ടപ്പാതിരാക്ക് അതിനകത്ത് കയറിക്കൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സ്വയംഭൂവായത്. ഞാനിത് പറയുന്നത് നിങ്ങളുടെ വാദങ്ങൾ ഞങ്ങളുടെ പാഠപുസ്തകത്തിലെ ബാബരി മസ്ജിദ് എന്ന ആ പാഠപുസ്തകത്തിൽ അധ്യായം പറയുന്നു, നിങ്ങളുടെ എല്ലാ വാദങ്ങളും ഫേക്കാണ്. ഇന്നൽ ബാത്തില കാന സഹൂഖ, ഫേക്കായതെല്ലാം തകരാനുള്ളതാണ്. ആ തകരാനുള്ളതെന്ന ഖുർആനികമായ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വാസമർപ്പിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നു, നിങ്ങൾ പടുത്തുയർത്തുന്നത് വ്യാജത്തിന്റെ മേലാണ്, വ്യാജം തകരാനുള്ളതാണ്. ഞാൻ പറയുന്നു, ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഹിന്ദുത്വയുടെ ഹിസ്റ്റോറിയോഗ്രഫിയെ പൊളിച്ചു കളയാനുള്ള ഏറ്റവും നല്ല ചോദ്യമുനയാണെന്ന് രാജ്യത്തിന്റെ വിദ്യാർത്ഥികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുത്വം നിർമ്മിച്ചെടുക്കുന്ന ഒരു തരം ചരിത്രമുണ്ട്. അവരിന്ന് ഫൈസാബാദിന്റെ പേര് അയോധ്യയാക്കുമ്പോൾ, രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഹിന്ദുത്വയുടെ അക്കാദമിക പണ്ഡിതന്മാർ പറയുന്നത് ഞങ്ങൾ ഡീകോളനൈസ് ചെയ്യുകയാണ് എന്നാണ്, ഞങ്ങൾ അപകോളനീകരിക്കുകയാണ്. എന്താണ് അവർ അപകോളനീകരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ കൊളോണിയലിസ്റ്റുകളും നിർമ്മിച്ച ചരിത്രം അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു അന്തരീക്ഷത്തെ ഡീകോളനൈസ് ചെയ്യുകയാണ് എന്നാണ്. ഹിന്ദുത്വയുടെ അക്കാഡമീഷ്യന്മാർ കൊളോണിയാലിറ്റിയുടെ വെറും ഉൽപ്പന്നങ്ങൾ മാത്രമാണെന്ന് ബാബരി മസ്ജിദിനെ സാക്ഷി നിർത്തിക്കൊണ്ട് രാജ്യത്തെ സയ്യോ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നിങ്ങൾ അപകോളനീകരിക്കുന്നത്? നിങ്ങൾ തന്നെ കൊളോണിയലിസത്തിന്റെ സന്തതികൾ മാത്രമാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങൾ ബാബരി മസ്ജിദിലൂടെ പറയുന്നു, ഹിന്ദുത്വം നിർമ്മിച്ചെടുക്കുന്ന ഒരു തരം ഐഡന്റിറ്റി ഫേക്കാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സെൻസസിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു ഐഡന്റിറ്റിയെ അതിനെ ഈ രാജ്യത്തിന്റെ പൊതു ഐഡന്റിറ്റിയായി ചിത്രീകരിക്കാനും മെജോറിറ്റിയും മൈനോറിറ്റി എന്നുള്ള ഡിസ്റ്റിങ്ഷനിലൂടെ അങ്ങനെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിച്ചു നിർത്താം എന്ന നിങ്ങളുടെ വ്യാമോഹത്തെ തകർക്കാൻ ബാബരി മസ്ജിദ് ഏറ്റവും നല്ല ചോദ്യചിഹ്നമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നേരത്തെ ബഹുമാന്യനായ പ്രശാന്ത് ഈഴവൻ സൂചിപ്പിച്ചു, മണ്ഡൽ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടും സംവരണം അടക്കമുള്ള പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട് ബാബരി മസ്ജിദിന് ബന്ധമുണ്ട്. ബാബരി മസ്ജിദ് നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുക്കേണ്ടി വന്നു?
ബാബരി മസ്ജിദ് നിങ്ങൾക്ക് എന്തുകൊണ്ട് തകർക്കേണ്ടി വന്നു? നിങ്ങൾക്കൊരു ഫേക്കായ വ്യാജമായ ഒരു സ്വത്വത്തെ നിർമ്മിച്ചെടുക്കാൻ. ഏത് സ്വത്വം? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആവിർഭാവ കാലത്ത് അന്നത്തെ തർക്കമെന്തായിരുന്നു? ഇവിടെയുള്ള കീഴ്ജാതിക്കാരനും ഞങ്ങളും ഒരേ പേര് ഉണ്ടാകാൻ പാടില്ലെന്ന ഹിന്ദു റിഫോമിസ്റ്റുകളുടെ വാദത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഹിന്ദുത്വയുടെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് ക്രിസ്റ്റഫർ ജോഫർലേട്ടിന്റെ പാഠങ്ങൾ ഈ സന്ദർഭത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഹിന്ദു എന്ന ഒരു കൺസ്ട്രക്ഷനിലൂടെ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സിവിലൈസേഷന് വ്യാജത്തിന്റെ മേൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുക എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ബാബരി മസ്ജിദിനെ ഓർക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ബാബരിയെ കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് മസ്ജിദുൽ ഹറം പോലെ, മസ്ജിദുൽ അഖ്സ പോലെ പ്രധാനപ്പെട്ട ഒരു പള്ളി അല്ലല്ലോ ബാബരി മസ്ജിദ്. നിങ്ങൾക്ക് അവിടെ സന്ദർശിച്ചാൽ പുണ്യം ലഭിക്കുന്ന ഒരു പള്ളിയല്ലല്ലോ എന്ന് സ്വാഭാവികമായും ഞങ്ങളോട് ആളുകൾക്ക് ചോദിക്കാം. പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുത്വം നിർമ്മിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യ നിർമ്മിതിയുടെ അടിവേരിളക്കാൻ പര്യാപ്തമായ മറ്റൊരു രാഷ്ട്രീയ സന്ദേശവും ഇവിടെ ഇല്ല. അതുകൊണ്ട് ബാബരി മസ്ജിദിനോളം രാഷ്ട്രീയം പറയാൻ ശേഷിയുള്ള ഒരു പൊളിറ്റിക്കൽ സിംബൽ വേറെ ഇല്ല എന്നും ഭാവിയെ ഭാവന ചെയ്യാൻ നമുക്ക് ഏറ്റവും വലിയ വാതായനങ്ങൾ കാണിച്ചു തരുന്നത് ബാബരിയുടെ ബംഗലിയാണ് എന്നും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഭരണകൂടത്തിന്റെ വംശീയാധികാരങ്ങളോട് SIO പറയുന്നു, ഞങ്ങൾ എല്ലാ ബാങ്കുകൾക്കും ബാങ്ക് കേട്ടതിന് ശേഷമാണ് ജവാബ് ചൊല്ലുന്നതെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ജവാബ് ചൊല്ലുന്ന ഒരു ബാങ്ക് അത് നാളെ ബാബരിയിൽ മുഴങ്ങാനുള്ളതാണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ ബാങ്ക് മുഴങ്ങും. അത് സാമൂഹ്യ നീതിക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, സമുദായങ്ങളുടെ ആത്മാഭിമാനത്തിന് വേണ്ടി അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷത്തിനെതിരായ ശക്തമായ വിമർശനങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് ഈ തെരുവിൽ ഞങ്ങൾ സജീവമായി കൊണ്ടിരിക്കും. അതേത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമായാലും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമോഫോബിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നം മനസ്സിലാകണമെങ്കിൽ, കേരളത്തിലെ മുസ്ലിം പ്രശ്നം മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമോഫോബിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ്. ഇസ്ലാമോഫോബിയെ കുറിച്ച് മനസ്സിലാകാതെ നമുക്കൊരിക്കലും മുസ്ലിം പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ക്യാമ്പസ് മഹാരാജാസ് എന്ന് പറയുന്ന ഒരു രാജകീയം എന്ന് അവർ വിളിക്കുകയും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു പാസ്റ്റിനെ സ്വയം പേറാൻ വിധിക്കപ്പെടുന്ന ഒരു ക്യാമ്പസിലെ സ്റ്റാലിനിസ്റ്റ് ഗുണ്ടകളുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ഇവിടെ ആക്രമിക്കപ്പെട്ട ആളുകൾ അവർ നേരത്തെ നിരോധിത സംഘടനയുടെ ആളുകൾ ചില സംഘടനകളിൽ നുഴഞ്ഞു കയറുകയും അവർ നടത്തുന്ന അക്രമവുമാണ് എന്നാണ്. മഹാരാജാസ് ക്യാമ്പസിൽ അക്രമം നടന്നതിനുടനെ ഒരു മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്, അയ്യോ മഹാരാജാസിൽ എന്തോ അക്രമം നടന്നിരിക്കുന്നു, അതിനു മുന്നിൽ ഇന്ന സംഘടനയുടെ ആളുകൾ പ്രതിയാണത്രേ, എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള പഴയ മുൻ SFIക്കാരെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർക്കറിയാം ഏത് മുറിയിലും ഏത് കോണിപ്പടിക്കടിയിലും ആണ് ഇരുമ്പുലക്കകളും അതുപോലെ തന്നെ കത്തികളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതേ സംഘടനയുടെ വക്താക്കൾ അയ്യോ മഹാരാജാസിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാൻ കുട്ടികളെ പേപ്പട്ടികളെ തല്ലുന്നത് പോലെ തല്ലാൻ. ആംബുലൻസിലേക്ക് കയറ്റിയ ഒരു വിദ്യാർത്ഥിയെ ആംബുലൻസിൽ കയറി തല്ലിയ ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാതിരിക്കുകയും ആ ഇരയാക്കപ്പെട്ടവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന കേരള പോലീസിന്റെ സംവിധാനങ്ങളുടെ അകമ്പടിയോടുകൂടി സ്റ്റാലിനിസ്റ്റ് ഗുണ്ടകൾ അഴിഞ്ഞാടിയ സംഭവം നിങ്ങൾ മഹാരാജാസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ അത് പറയാനല്ല ഇത് പറഞ്ഞത്. അതിനെക്കുറിച്ച് ആ സ്റ്റാലിനിസ്റ്റ് ഗുണ്ടകളുടെ സംസ്ഥാന സെക്രട്ടറി പറയാൻ ഇവിടെ ചിലർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്ക് സംഘടന വളർത്തണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചത്തേക്കല്ല നിങ്ങൾ കയറേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമോഫോബിയുടെ ഭാഷ ഉപയോഗിക്കാതെ സ്വന്തം സംഘടനയെക്കുറിച്ച് പറയാൻ കഴിയാത്ത സംസ്ഥാന സെക്രട്ടറിമാർക്ക് രാമക്ഷേത്രത്തിന്റെ കാലത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനാവുക എന്ന ആത്മപരിശോധന നടത്തേണ്ടതാണ്. സവർണ സംവരണം നടത്തുന്ന ആളുകൾക്ക് രാമക്ഷേത്രത്തിന്റെ കാലത്ത് എങ്ങനെയാണ് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം സംസാരിക്കാൻ സാധിക്കുക എന്ന് അവർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഡിഫറൻസിന്റെ ലാംഗ്വേജിനെ, വ്യതിരിക്തതയുടെ ലാംഗ്വേജിനെ, വ്യത്യാസങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കുക. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ
ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിനോടുള്ള റെസ്പെക്റ്റ് ആണ്. വി ആർ ഡിഫറെന്റ് ഫ്രം യു, സോ റെസ്പെക്ട് us or expect our resistance. നിങ്ങൾ ഞങ്ങളുടെ വ്യതിരിക്തതകൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിരോധങ്ങളെ പ്രതീക്ഷിക്കണം എന്ന് ഹിന്ദുത്വവാദികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ അതിന്റെ വ്യതിരിക്തതകളെ ഓരോന്നോരോന്നായി മായ്ച്ചു കളഞ്ഞ് ഹിന്ദുത്വയെ, രാമക്ഷേത്രത്തെ രാജ്യത്തിന്റെ പൊതുചിഹ്നമാകിയും മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരനായും ചിത്രീകരിക്കാനുള്ള എത്നോ നാഷണലിസ്റ്റ് വംശീയവാദപരമായ ദേശീയതയെ ഉന്നയിച്ചുകൊണ്ട് അടിമകളാക്കി നിർത്താൻ മുസ്ലിങ്ങളെ കിട്ടില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാബരി മസ്ജിദിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. എന്താ കേസ്? നിങ്ങൾ മതത്തിനെതിരെ സംസാരിച്ചു. ഇപ്പൊ അത് മതമാണല്ലോ. നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയുകയും അതിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് മതവും രാഷ്ട്രീയവും വേർപ്പെടുന്നത്? എവിടെയാണ് രാഷ്ട്രീയവും മതവും വേർപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇന്ത്യയിൽ മീഡിയേറ്റേഴ്സിലൂടെ കൂടി സംസാരിച്ചവരാണ് മുസ്ലിങ്ങൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം പലപ്പോഴും ഇന്ത്യയിലെ സെക്കുലർ മീഡിയേറ്റേഴ്സ് അവർ ഉപയോഗിച്ച ഭാഷ എന്താണ്? അവർ ഉപയോഗിച്ച ഭാഷ ഒരു ഹിന്ദു മുസ്ലിം ടോളറൻസ് വേണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ടോളറൻസ് വേണം? മുസ്ലിങ്ങൾ പൊട്ടൻഷ്യലി അവർ ഫനാറ്റിക്കുകളോ ടെററിസ്റ്റുകളോ ആയതുകൊണ്ട് വി ഷുഡ് ടോളറേറ്റ് ദം എന്നുള്ള ഒരു ഔദാര്യത്തിന്റെ ഭാഷയിലെ മതേതര നാട്യങ്ങളെ മറികടന്നുകൊണ്ട് ഹിന്ദുത്വ അടുക്കി വച്ചിരിക്കുന്ന, കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യതിരിക്തമായ സമുദായങ്ങളോട് ഐക്യദാർഢ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാഷ്ട്രീയവും ആത്മീയവുമായ സന്ദേശങ്ങൾ കൈമാറി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഹിന്ദുത്വക്കെതിരായ പോരാട്ടങ്ങൾ വികസിപ്പിക്കാനാവുക എന്നും അതിലൂടെ മാത്രമേ വികസിപ്പിക്കാൻ സാധിക്കൂ എന്നുമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധരാകേണ്ടതാണ്. അങ്ങനെയുള്ള മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ഇന്ന് പലരും പറയുന്നു നെഹ്റുവിയൻ സെക്കുലറിസത്തിൽ നിന്നുള്ള വ്യതിചലനമായി രാമക്ഷേത്രത്തെ കാണുന്നു. പക്ഷേ ഇതേ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു രാമക്ഷേത്രത്തിലേക്ക് ഈ കോൺഗ്രസിന്റെ ചരിത്രം പഠിച്ചാൽ, അതിന്റെ അധ്യായങ്ങൾ നോക്കിപ്പോയാൽ അത് സ്വാഭാവികമായും അതിന്റെ അടുത്ത അധ്യായം രാമക്ഷേത്രമാണ്. കാരണം ഇന്ത്യയുടെ മതേതരവാദങ്ങൾ പോലും ഹിന്ദുത്വക്ക് അനുകൂലമായ സാംസ്കാരിക വാദങ്ങളാൽ മുഖരിതമാണ്. അതുകൊണ്ടാണ് സയ്യോ പറയുന്നത്, നിങ്ങളുടെ സാമൂഹ്യശാസ്ത്രത്തിനുള്ള പാഠപുസ്തകം അത് ശശി തരൂരല്ല, അത് ഇന്ത്യയിലെ മതേതര പ്രഭാഷകങ്ങൾ അല്ല, അത് ബാബരി മസ്ജിദാണ്. ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും ഇന്ത്യൻ സാമൂഹ്യ ഘടനയെ കുറിച്ച് പഠിക്കാൻ ബാബരി മസ്ജിദ് എന്ന പാഠപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ബാബരിയുടെ ബാങ്കുലികൾക്ക് ജവാബ് ചെയ്തുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ ഹിന്ദുത്വയുടെ അധികാര പദ്ധതികൾക്കെതിരായ വളരെ ആഴമുള്ള, വേരുള്ള, അടിയുറപ്പുള്ള, ഫേക്കല്ലാത്ത പോരാട്ടങ്ങൾക്ക്, പ്രതിരോധങ്ങൾക്ക് ആർജവം പകരാൻ, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, വ്യാജമല്ലാത്ത, കെട്ടുകഥകളിലേതല്ലാത്ത നല്ല ആത്മാഭിമാനമുള്ള പോരാട്ടങ്ങൾക്ക് നിങ്ങൾ സന്നദ്ധമാകണം. അതിനായി ബാബരിയുടെ ബംഗുലികൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 10 മണിക്ക് ശേഷം നമുക്ക് സംസാരിക്കാൻ അനുവാദമില്ല, കാരണം പൊതുയോഗങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 10 മണിക്ക് ശേഷം സംസാരം നിർത്തേണ്ടി വരുന്ന നമ്മൾ വിചാരിക്കുന്നു ഇവിടെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നു എന്ന്. പക്ഷേ നമ്മൾ അറിയണം, ഈ സിസ്റ്റം ഹിന്ദുത്വവാദികളുടെ കയ്യിലുള്ളിടത്തോളം കാലം ദിസ് സിസ്റ്റം ഈസ് കറപ്റ്റഡായ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ വിധേയപ്പെടുന്നത് എന്ന്. കറപ്റ്റഡായ സിസ്റ്റത്തിലൂടെ മെരുക്കിയെടുക്കാൻ ശ്രമിക്കുന്ന വംശീയതയുടെ അധികാര പദ്ധതികൾക്കെതിരെ സാമൂഹ്യനീതിയുടെ, സാഹോദര്യത്തിന്റെ ആത്മീയമായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. ഇന്നൽ ബാത്തുല കാന സഹൂക എന്നത് അല്ലാഹുവിന്റെ വാക്കാണെങ്കിൽ അത് പുലരും ഇൻഷാ അല്ലാഹ്. ഇൻകുലാബ് വാഹദമാൻ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.